സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നം. ഈ കോവിഡിന്റെ സമയത്ത് ഒരുപാട് ഫേക്ക് ന്യൂസ് ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ സിനിമാ നടന്മാരും നടിമാരൊക്കെ ഉണ്ടാവില്ല, അവരെ ചില റിലേഷൻ വെച്ചിട്ട് അവർ തമ്മിൽ വീണ്ടും ഒന്നിച്ചു. ഡ്രഗ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏത് നാട്ടിലാ എവിടെ കിട്ടാത്ത ഫ്ലഡ് വന്ന സമയത്ത് അപ്പോ ഒരുപാട് സ്ഥലത്തോട്ട് വെള്ളം കയറിയായിരുന്നു. അപ്പോ ഈ ന്യൂസ് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ സംഭവം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മിസ് ഇൻഫോർമേഷൻ ഉണ്ടാവുകയും സംഘ് ഇറങ്ങി പറൂരെത്തി, ആലപ്പുഴ അവിടെ ഇവിടെയൊക്കെ എത്തി എന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. ഒരാളത് പടച്ചുവിടും, ബാക്കിയുള്ളവർ സ്പ്രെഡ് ചെയ്യും. വെൽക്കം ടു വട്ടവേഷ. നമ്മൾ ഇന്ന് വട്ടമേശയിൽ എന്താണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്? നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, പക്ഷെ അതിനെ കൊണ്ടുള്ള ഉപദ്രവവും കുറെ ഉണ്ട്. സംഭവം നമുക്ക് അറിയാം. നമ്മളിപ്പോ ഈ ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളില്ലേ പണ്ട് നാട്ടും പുറത്തൊക്കെ ഉള്ള ചില ഫേക്ക് ന്യൂസിന്റെ കരക്കമ്പില്ലേ, അതായത് പ്രായമുള്ള സ്ത്രീകളാണെങ്കിൽ അയൽപക്കത്തെ വീടുകളിൽ പോയിരിക്കും, ആണുങ്ങളാണെങ്കിൽ അങ്ങാടിയില് അല്ലെങ്കിൽ കലുങ്കുകൾ ഉണ്ടാവും റോഡ് സൈഡില്, അവിടെ പോയിരുന്നിട്ട് ഇവർക്ക് കുറെ പരിപാടികൾ ചിലപ്പോ ഉള്ളതായിരിക്കും, കുറ്റം പറയുന്ന ഒരു പരിപാടി, ചിലപ്പോ ഇല്ലാത്തതായിരിക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിട്ട് ഇവര് ചെയ്യുന്നത്? ഒരു മനസ്സുഖാണ്. എന്നാലും എന്തോ ചില ആളുകൾ നല്ലോണം പോകുന്നത് കാണുമ്പോ അത് പോണ്ട എന്നൊരു തോന്നല. ഇനിയിപ്പോ ചില ആൾക്കാരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ, കുറെ ഭയങ്കര ജനസമ്മതി ഒക്കെ ഉള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ഗെയിനിന് വേണ്ടിയിട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടമുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാം, നമ്മളാരും പറയില്ല. അപ്പൊ എന്തെങ്കിലും നമുക്കൊരു കേട് വന്നു കഴിഞ്ഞാല് ചിലപ്പോ അതങ്ങനെ. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ അതൊരു തൊഴിലായിട്ടാണ് കാണുന്നത്. അവര് അതിന് ഭയങ്കര 100% അവരുടെ എല്ലാം ഇൻപുട്ട് ഇട്ടിട്ട് അതിനായിട്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഇപ്പോ യൂട്യൂബില് നിങ്ങൾ ഇത് കണ്ടാൽ നെട്ടും. അതേപോലെ തന്നെ ചില നമ്മുടെ സിനിമാ നടന്മാരും നടിമാരൊക്കെ ഉണ്ടാവില്ല, അവരെ ചില റിലേഷൻ വെച്ചിട്ട് അവർ തമ്മിൽ വീണ്ടും ഒന്നിച്ചു, അവർ വീണ്ടും നിങ്ങളിത് കാണുന്നതായിട്ട് നമ്മ തുറന്നു നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും മലയാളികളുടെ ഒരു സ്വഭാവം ആണല്ലോ പറയാറ്, മറ്റുള്ളവരുടെ ജീവിതം ഇങ്ങനെ കാണാൻ ഇഷ്ടമാണ്. അത് സംഭവം എന്താ വെച്ചാല് ഇവര് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോ ക്യാപ്ഷൻ ഇട്ടിട്ട് അതിന് വ്യൂസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാ. പക്ഷെ ഇതിലും എന്താ പറയാ, ഇതൊക്കെ നോർമല്. പക്ഷെ ഒരു ക്രൈസിസ് വരുമ്പോ അത് ബേസ് ചെയ്തിട്ട് ഈ വാർത്തകൾ ഉണ്ടാക്കാന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് മോശമാണ്. അതെ, ഒന്നാമത്തെ വെച്ചാല് നമ്മളിപ്പോ ഈ പറയുന്ന ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ മിസ്ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡിസ്ഇൻഫോർമേഷൻ അല്ലെങ്കിൽ മിസ്ഇൻഫോർമേഷൻ. ക്ലാസ് ഒന്നൊന്നും വിചാരിക്കേണ്ട. സംഭവം എന്താണെന്ന് വെച്ചാല്, അതായത് ചില ആളുകൾ ഡിസ്ഇൻഫോർമേഷൻ പിന്നെ മിസ്ഇൻഫോർമേഷൻ. ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കാര്യമായിട്ട് ഇത് പടച്ചു വിടും. അതായത് ഇവർക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഗെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവും ഇതില്, അതിന് വേണ്ടിയിട്ട് വ്യാജ വാർത്തകൾ ഇങ്ങനെ പടച്ചു വിടുന്ന ഒരു പരിപാടി ഉണ്ട്. എന്നാൽ ചില ആൾക്കാർ ഇത് സത്യമാണോ തെറ്റാണോ എന്ന് അറിയാണ്ട് ഇതിങ്ങനെ ഷെയർ ചെയ്തോണ്ട് എനിക്ക് തോന്നുന്നു പ്രായമായവരൊക്കെ ആവുമ്പം അവരിപ്പം എന്തെങ്കിലും ന്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ കുട്ടികളെ സൂക്ഷിക്കുക, ഇന്ന ഇത്രയും ഇങ്ങനെ കണ്ടാൽ ഇന്ന ഒരു രൂപസാദൃശ്യം തോന്നിക്കുന്ന 2 പേര് പകൽ വരുന്നു, എന്നിട്ട് നമ്മളെ വീടുകളൊക്കെ നോക്കി വെക്കുന്നു, രാത്രിയാകുമ്പോ വന്ന് മോഷ്ടിക്കുന്നു, നമ്മളെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു. ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയാലും ഒരു സമയത്ത് ഭയങ്കരമായിട്ട് സംഭവം പ്രശ്നം ഉണ്ടെങ്കിലും അത് കൂടുതലാക്കി കാണിക്കുമ്പോൾ ഒരുപാട് ആളുകൾ പരിഭ്രാന്തിയിലാണ്. പ്രത്യേകിച്ച് അമ്മമാരും അച്ഛന്മാരൊക്കെ ദൂരെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതുപോലെ തന്നെ കോവിഡ് സമയത്ത് പറഞ്ഞു കേട്ടിരുന്നു, വീട്ടിൽ വന്ന് കോവിഡ് ടെസ്റ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾ വരും. അത് ഫേക്ക് ന്യൂസ് ആണെന്ന് അറിയില്ല, പക്ഷെ വന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മുടെ ഇൻഫോർമേഷൻ മനസ്സിലാക്കി പോകും എന്നുള്ളൊരു സംഭവം. ഈ കോവിഡിന്റെ സമയത്ത് ഒരുപാട് ഫേക്ക് ന്യൂസ് ഇൻഫോർമേഷൻസ് വന്നിട്ടുണ്ട്. ആക്ച്വലി ക്രൈസിസിന്റെ സമയത്ത് മിസ്ഇൻഫോർമേഷൻ കൊടുക്കുമ്പോ ശരിക്കുള്ളൊരു അവസ്ഥ മാറുകയാണ്. ചിലപ്പോ ഇപ്പൊ ഒരു പ്രളയം വന്നു എന്ന് വിചാരിച്ചു, ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫേക്ക് ന്യൂസ് കൊടുക്കാണ്. ചിലപ്പോ അപകടം വരാത്ത സ്ഥലത്ത് അപകടം വന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അപകടം ഇല്ലാത്ത സ്ഥലത്ത് അപകടം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് ആ ക്രൈസിസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് എന്തൊരു എൻജോയ്മെന്റ് കിട്ടുന്നത് എനിക്കറിയില്ല. ഒന്നാമത് ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ താഴേക്കിട മുതൽ ഇങ്ങനെ ഭയങ്കര നല്ല രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോഴായിരിക്കും ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പൊ അത് ശരിക്കും ഇതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതേപോലെ തന്നെ വാക്സിന്റെ കാര്യത്തിനും വാക്സിൻ എടുക്കരുത് അങ്ങനെ ഒരു സംഭവം വന്നിട്ട്, അത് ഏത് വാക്സിൻ വന്നാലും, പണ്ട് വാക്സിൻ വന്നപ്പോഴും ഇപ്പൊ പോളിയോ വാക്സിൻ ആയിക്കോട്ടെ, ഏത് വാക്സിൻ വന്നപ്പോഴും കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും
കുട്ടികൾക്ക് പോലും വാക്സിൻ എടുക്കാത്ത കുറെ പുതിയൊരു ആളുകളുണ്ട്. എന്റെ മകൻ ജനിച്ച സമയത്താണ് റുബല്ല വാക്സിന്റെ ഒരു വരുന്നത്. അപ്പൊ റുബല്ല വാക്സിൻ എടുക്കരുത്, റുബല്ല വാക്സിൻ എടുത്ത് അങ്ങനെയാണ്, റുബല്ല വാക്സിൻ എടുത്ത് എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാവും. പക്ഷെ റുബല്ല വാക്സിൻ എടുത്തു, നോ പ്രോബ്ലം. അത് കുറെ മിസ്ഇൻഫോർമേഷൻസ് ഡിസ്ഇൻഫോർമേഷൻസ് പറഞ്ഞ പോലെ ഉണ്ടാവുന്നത്. അതെ, ഒരാളത് പടച്ചുവിടും, ബാക്കിയുള്ളവർ സ്പ്രെഡ് ചെയ്യും. ഇതാണ് മിസ്ഇൻഫോർമേഷനും ഡിസ്ഇൻഫോർമേഷനും തമ്മിൽ വ്യത്യാസം. ഫേക്ക് ന്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടുപേരും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഏകദേശം ഇൻട്രസ്റ്റ് കൂടി ഇൻട്രസ്റ്റ് കൂടി അതല്ല പറയുമ്പോഴേക്കും എനിക്ക് ചിരി വരുന്നത്. എന്ത് മണ്ടന്മാരായിരുന്നു നമ്മള്. ഏകദേശം ഒരു വർഷമായിട്ടുണ്ടെന്ന് തോന്നണല്ലേ? ഒരു വർഷമായോ? ഒരു വർഷമായിട്ടുണ്ട്. അപ്പൊ ഞാന്, ഗീതു, ശ്രേയ ഇപ്പൊ ഇല്ല, ശ്രേയ ഉണ്ട്. അപ്പൊ നമ്മള് സ്റ്റുഡിയോയില് FM-ല് നമ്മള് ഷോ എടുത്തോണ്ടിരിക്കുകയാണ്, RMPlus എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മീൻസ് ആ ടൈമിലാണ് ഈ നമ്മുടെ കൊള്ള സംഘം ഉണ്ടല്ലോ, കുറുവാ സംഘം ഇറങ്ങി പറൂരെത്തി, ആലപ്പുഴ, അവിടെ ഇവിടെയൊക്കെ എത്തി എന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അപ്പോ ഗീതോനും ശ്രേയക്കും നല്ല പേടി. കാരണം അപ്പൊ ആ സമയത്ത് പറയുന്ന സ്ഥലങ്ങൾ നോക്കും. ബെഹ്റൂന്റെ ആലപ്പുഴയും ഞങ്ങളുടെ പറവൂര് അപ്പോ ആ സമയത്ത് ഗവൺമെന്റ് വരെ ഒരു നമ്പർ, പോലീസിന്റെ നമ്പറും അതുപോലെ തന്നെ ഡോറിന്റെ സൈഡിൽ പാത്രം വെക്കണം, പാത്രം തട്ടി വീഴുമ്പോ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ള സംഭവം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഷോ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യും, മെഹ്റു എന്ത് ചെയ്യും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ വേണമല്ലോ ഇതിനെ. കാരണം നമ്മളിപ്പോ പാത്രം തട്ടി വീണ് പോലീസിനെ വിളിക്കുമ്പോ തന്നെ പോലീസ് എത്താൻ ഒരു 10 മിനിറ്റ് എന്തായാലും എടുക്കും അല്ലെ? അപ്പൊ ഈ 10 മിനിറ്റില് ഇവര് നല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ആയുധങ്ങളും കയ്യിലുണ്ട്. അവര് നമ്മളെ ആക്രമിച്ചിട്ട് പോകില്ലേ? അതെ, അപ്പൊ പറയാൻ പറ്റുന്നില്ല. എന്തോ സംഭവം ചിരി തുടങ്ങിയാ ഞാൻ പിന്നെ ചിരി നിർത്തൂല. അപ്പൊ ഞങ്ങള് കണ്ടൊരു സൊല്യൂഷൻ എന്താന്നറിയോ? പടക്കക്കടയിൽ പോയിട്ട് ഗുണ്ട് വാങ്ങുക, എന്നിട്ട് എന്താ കള്ളം വരുമ്പോ ഉച്ച കേൾക്കുമ്പോ തന്നെ എന്ത് ചെയ്യാ, ഈ സാധനം കത്തിച്ചിട്ട് എറിയ, പൊട്ടിക്ക. അപ്പൊ അപ്പുറത്തിപ്പുറത്തുള്ള ആൾക്കാർ ഇറങ്ങി വന്നാലും നമുക്കൊരു സേഫ്റ്റി ആണ്. നമ്മൾ ചിന്തിക്കുന്നത് മണ്ടത്തരമാണെങ്കിലും ഞങ്ങളത് പ്രാക്ടിക്കലി നല്ലല്ലേ. ഗീത് പറയുന്നത് എന്താണെന്നറിയോ? എനിക്കത് പൊട്ടിക്കാൻ അറിയാം, ചിലപ്പോ അത് എന്റെ കയ്യിൽ തന്നെ പൊട്ടും. ഗുഡ് മേടിച്ചിട്ട് കള്ളം വരുമ്പോ സ്വന്തം കയ്യിലേക്ക് പൊട്ടിയാലോചിച്ചു. ഗുഡ് എനിക്ക് പൊട്ടിക്കാൻ പേടിയാ. അത് മാത്രല്ല, നമ്മുടെ ഈ സമയത്ത് തന്നെയാണ് കുർവാസംഖ്യ ഇറങ്ങിയ സമയത്താണ് എന്റെ അമ്മ ഇതൊക്കെ കണ്ടിട്ടാണോ നമ്മൾ ചെല്ലണത്, പ്ലാനിങ് കഴിഞ്ഞിട്ടാ ചെല്ലണേ. അപ്പോഴാണെങ്കിൽ ഒരു കരിങ്കല്ലെടുത്ത് കുറെ ആളുകള് മേത്ത് എണ്ണയൊക്കെ തിരിച്ചു വന്ന് ഒരു വീഡിയോ ഭയങ്കര ഡിസ്റ്റർബിംഗ്. പിന്നെ നമുക്ക് പേടിയാവില്ല, നമ്മൾ അതന്നെ ആലോചിച്ചോണ്ടിരിക്കും, എപ്പോഴും നമ്മൾ പാനിക് ആവും. അതേപോലെ തന്നെ ഒരു ചെലവ് വെക്കുന്നു, അതിന്റെ പേരിൽ ഒരു പാത്രം വെക്കുന്നു, വാതിൽ നന്നായിട്ട് കുറ്റിയിടുന്നു. ആ ഒരു സമയത്തുണ്ടല്ലോ, ഒരു ദിവസം നമ്മുടെ ലൈൻ പൈപ്പിന്റെ വെള്ളം ഉണ്ടല്ലോ, എന്താ പബ്ലിക് പൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ കണക്ഷൻ നമ്മുടെ വീട്ടിലെടുക്കും. അതിന്റെ ഒരു ഫസ്റ്റ് പൈപ്പ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവും. ഒരു ദിവസം രാത്രി ഇതിന്റെ വെള്ളം പോട് പൈപ്പ് തുറന്ന് കേൾക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇത് പോയി പൂട്ടണം. അപ്പൊ ഫസ്റ്റ് എനിക്ക് മാത്രമേ പേടിയിട്ടുള്ളൂ, പിന്നെ എല്ലാരും കൂടെ പേടിപ്പിച്ചു. ലാസ്റ്റ് ധൈര്യം മൊത്തം സംഭരിച്ചിട്ട് ഞാൻ അമ്മ പോയി പൂട്ടിയിട്ട് പോന്നു. പക്ഷെ ഇത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ 2-3 ദിവസം വാട്സപ്പിൽ ഫോളോ അപ്പ് ആയിരുന്നു. പടക്കം വാങ്ങിയോ, വാങ്ങിയോ, മാലപ്പടക്കെങ്കിലും വാങ്ങിയോ. പിന്നെ ഇതെന്ന് വെച്ചാല് ഒന്നാമത് ഈ ആൾക്കാർക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് പറഞ്ഞല്ലോ, ഇവർക്ക് ആളുകളെ പരിഭ്രാന്തരാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ മിസ്ഇൻഫോർമേഷൻ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ കാര്യം പറയണത് ഇത് ഏത് കാലം തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഈ ന്യൂസിലും വാർത്തയിലും സോഷ്യൽ മീഡിയയിലും മാത്രമല്ല, പണ്ട് ഞാനൊരു കഥ പറയാം, പുരാണത്തിലെ കാര്യം പറയാം. നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സമയത്ത്, അതായത് ഇപ്പൊ നമുക്ക് വോർ നടന്നിട്ടുണ്ട്, ആ സമയത്ത് നമുക്കറിയാം പാകിസ്ഥാന്റെ അവിടെ നിന്ന് ഒരുപാട് മിസ്ഇൻഫോർമേഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് പറഞ്ഞപ്പോ അതിനെ കുറിച്ച് ഓർത്തപ്പോ എനിക്ക് ഓർമ്മ വന്ന വേറെ കാര്യം എന്താ വെച്ചാൽ, കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സമയത്ത് ദ്രോണരെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതായത് ദ്രോണർ അങ്ങനെയൊന്നും തകരൂല എന്നുള്ളത് കൃഷ്ണനും അർജുനനൊക്കെ കൃത്യമായിട്ട്, അർജുനന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്റെ ഗുരുവാണ്, ഞാൻ എങ്ങനെ ദ്രോണരെ കൊല്ലും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അർജുനന്റെ കൈ തന്നെയല്ലേ വെട്ടിയത്? അല്ല, അത് വേറെ, അത് പെരുന്തച്ചൻ ശപിച്ചു. അർജുനനല്ലേ ശപിച്ചത് കട്ടുപടിച്ചതുകൊണ്ട്? അല്ല, അത് ഏകലവ്യൻ ദ്രോണർ ഇതാക്കിയതാണ്. ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഈ ദ്രോണരെ തകർക്കണം, അപ്പൊ ഒരു കള്ളം പറയണം അവിടെ. അപ്പൊ ഈ ദ്രോണരാണെങ്കിൽ കള്ളം പറയുമ്പോ ഇന്നാള് കള്ളം പറയില്ല എന്നുള്ളൊരു വിശ്വാസം വരണ്ടേ.
അപ്പൊ യുധിഷ്ഠിരൻ ഒരിക്കലും കള്ളം പറയില്ല, സത്യം മാത്രമേ പറയൂ. അപ്പൊ യുധിഷ്ഠിരനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചാൽ മാത്രമേ. പിന്നെ മാത്രമല്ല ഈ ദ്രോണരുടെ മകനുണ്ട് അശ്വത്ഥമാവ്. അശ്വത്ഥമാവിന് എന്തെങ്കിലും പറ്റിയാ ദ്രോണര് വീണ് മാനസികമായിട്ട് തകരും. അപ്പൊ ഇതാണ് ഇവരുടെ ഐഡിയ. അപ്പൊ കൃഷ്ണൻ യുധിഷ്ഠിരനെ കൊണ്ട് കള്ളം പറയിപ്പിക്കണം. പക്ഷെ യുധിഷ്ഠിരൻ പറയും ഞാൻ കള്ളം പറയില്ല, ഞാനോ കള്ളം പറയാനോ എന്നിട്ട് യുധിഷ്ഠിരൻ പറയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു എന്നാ കള്ളം പറയണ്ട, സത്യം പറഞ്ഞാൽ മതി. അപ്പൊ ഇവരുടെ ഇതിലൊരു ആനയുണ്ട്, അശ്വത്ഥമാവെന്ന് പേരില്ല, ആനനെ കൊല്ലും. എന്നിട്ട് പറയും അശ്വത്ഥാമ ഹത അഭി കുഞ്ചര എന്ന് പറയാൻ. അശ്വത്ഥാമ ഹത എന്നുള്ളത് ഉറക്കെ പറയാൻ, അഭി കുഞ്ചര ആനയാണ് എന്നാണ്. അതായത് അശ്വത്ഥാമാവിന്റെ കഥ കഴിഞ്ഞ് മരിച്ചു എന്നാണ് ആദ്യം പറയുന്നത്. രണ്ടാമത് അഭി കുഞ്ചര പറഞ്ഞാൽ അത് ആനയാണെന്നാ പറയുന്നത്. അത് മെല്ലെ പറഞ്ഞു കള്ളമാവില്ല, കാര്യം നടക്കുകയും ചെയ്യും. ഇത് ദ്രോണര് കേട്ടിട്ട് മാനസികമായി തകർന്ന് ആയുധം താഴെ വെക്കുമ്പോഴാണ് പറഞ്ഞത്. അപ്പൊ അന്നേ ഈ പരിപാടി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വെട്ടി ചതി മറ്റേ നരിതന്ത്രമല്ല മാർത്താണ്ട രാജതന്ത്രം. പിന്നെ കൃഷ്ണൻ പറയുന്നുണ്ട് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. അപ്പൊ അതവിടെ ഒരു സോൾവ് ചെയ്തു. അതുപോലെ തന്നെ ഈ അടുത്ത് ഇറങ്ങിയ ഒരു ന്യൂസ് ആണ്. അപ്പൊ നമ്മുടെ സിംഗർ വേണുഗോപാൽ പുള്ളി മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് ന്യൂസ്. പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പുള്ളി ഈ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടു. പുള്ളി കാശ്മീർ ഫാമിലിയിൽ ട്രിപ്പ് പോയിക്കാണ്, ഒരു വീഡിയോ ഇട്ടു. ഞാനിപ്പോ കാശ്മീർ ഫാമിലി ആയിട്ടാണ് ഉള്ളത്, ഇന്ന സ്ഥലത്തൊക്കെ സന്ദർശിച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ തൽക്കാലം ഞാൻ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു വർഷത്തില് 2 വട്ടം മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ്. ഇപ്പൊ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് നമ്മൾ നോക്കണം, നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ആദരാഞ്ജലികൾ ഇടുമ്പോൾ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. അതുപോലെ തന്നെ ശ്രീനിവാസന്റെ ഫേക്ക് ന്യൂസ്. അതെ, ശ്രീനിവാസൻ മാത്രമല്ല നമ്മൾ പഴയ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ന്യൂസ് ഇറക്കാറുണ്ട്. വല്ലാത്ത പരിപാടിയാണ് അത്. ശരിക്കും ഇതൊക്കെ ആരാണ് ഉണ്ടാക്കണതാണ് ആലോചിക്കുന്നത്. എന്തായാലും ഒരു മെന്റൽ ഇതുള്ള ആൾക്കാരായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. വേറൊരു കാര്യമില്ലേ, ഞാൻ വാട്സപ്പ് എനിക്ക് കോളേജ് PG പഠിക്കുമ്പോ തോന്നുന്നു ഈ വാട്സപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയേക്കണേന്ന് തോന്നുന്നു. അപ്പൊ അറിയില്ല കേട്ടോ, ഈ മെസ്സേജ് വരും രാത്രി സ്പേസിന്റെ അവിടുന്ന് വൈബ്രേഷൻ ഉണ്ടാവും, ഇന്ന് രാത്രി ഫുള്ളും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. അപ്പൊ ഞാൻ വിചാരിക്കണം, അപ്പൊ ഞാൻ വിചാരിക്കും അയ്യോ സത്യമാണല്ലോ. എന്നിട്ട് ഞാനന്ന് ഫുള്ള് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പൊ ഫാമിലി ഗ്രൂപ്പിൽ പോയപ്പോഴത്തേക്കും എന്റെ ഇക്കാക്ക മനു പറഞ്ഞ് ഫോൺ കിട്ടിയതിന്റെ ആദ്യത്തെ മിസ്ഇൻഫോർമേഷൻ വന്നിട്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും 9 കൊല്ലം എന്തോ കഴിഞ്ഞിട്ട് സംഭവം ഇപ്പോഴും വാട്സപ്പ് ഒക്കെ എടുക്കുമ്പോ എന്റെ ഉമ്മയ്ക്ക് ഈ അടുത്തൊക്കെയാണ് ഈ മൊബൈൽ സോഷ്യൽ മീഡിയ ഒക്കെ മൂത്തുമ്മമാരൊക്കെ അവര് ഈ മെസ്സേജ് രാത്രി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. അന്ന് ഞാൻ അയച്ച മെസ്സേജാണ് ഇന്നും പടരുന്നുണ്ട്. അതെ, ഒന്നാമത്തത് നമുക്ക് പറയില്ലേ പകർച്ചവ്യാധി പോലെയാണെന്ന് പറയും ഈ ഇങ്ങനത്തെ സംഭവങ്ങളും. അപ്പൊ സ്പ്രെഡ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ നീ പറഞ്ഞപ്പോ ഓർമ്മ വന്ന കാര്യമാണ്. അതായത് ഈ ഷെയർ ചെയ്യാന്ന് പറയുന്ന സംഭവം, നമ്മള് ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഇത് നമ്മള് മെസ്സേജ് ഷെയർ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം നമുക്കോ വേറെ ആൾക്കോ ഗുണം ഉണ്ടോ എന്നുള്ളത് നോക്കാം ആദ്യം. പിന്നെ ചില കാര്യങ്ങൾ നമുക്കറിയാം, ചിലപ്പോ ഫാക്ച്വൽ ആണോ എന്ന് അറിയണമെങ്കിൽ അതൊന്ന് അന്വേഷിച്ചിട്ട് ഷെയർ ചെയ്യുന്ന ദ്രോഹം ചെയ്യുന്ന സംഭവങ്ങൾ എന്തായാലും നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, ഇത്രയും ഗ്ലാസ് വെള്ളം കുടിച്ച ആൾക്ക് ഇങ്ങനെ സംഭവിച്ചു, അപ്പൊ വെള്ളം കുടിക്കുന്നത് സൂക്ഷിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ നമ്മള് ഉപയോഗമുള്ളതാണോ എന്ന് നോക്കൂല. പണ്ടൊക്കെ ചെറുതായിരുന്നപ്പോ ഇങ്ങനെ ഷെയർ ചെയ്യും, ഇപ്പൊ അങ്ങനെ ഷെയർ ചെയ്യാറില്ല അല്ലേ? പിന്നെ നല്ലതല്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആളുകൾക്ക് പൊതുവെ ഒരു ടെൻഡൻസി ആണല്ലോ. ശരിയാണ്. അതായത് ഇപ്പോ എനിക്ക് ആ ഒരു പൊസിഷനിൽ എത്തണം, പക്ഷെ ഞാൻ ആഗ്രഹിച്ച ആ പൊസിഷനിൽ എത്തിയില്ല. പക്ഷെ എന്നെക്കാളും പകുതി കഴിവുള്ള ഒരാൾ ആ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്നാ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില് അവരെ കുറിച്ച് ഒരു നെഗറ്റീവ് ഒക്കെ പറയുമായിരുന്നല്ലേ. അവര് ശരിയല്ല, അവരവിടെ എങ്ങനെ എത്തിയെന്ന് നമുക്ക് അറിഞ്ഞൂടെ? ഒറ്റടിക്ക് പറയും അല്ലേ? ഇവരൊക്കെ അവിടെ നിക്കണത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. എന്തോ ഒരു സംഭവം ഒരു കാര്യമില്ലാണ്ടാ പറഞ്ഞത്. പുരാണത്തില് പറഞ്ഞ പോലെ ഞാൻ എല്ലാം പറയുമ്പോ പുരാണോ ഹിസ്റ്ററി എനിക്ക് അങ്ങനെ വരും എന്താന്ന് അറിയില്ല. അപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന വേറൊരു കാര്യം ഞാൻ പറയാം. യുദ്ധത്തിന്റെ സമയത്ത് ഇത് പറഞ്ഞപ്പോ നമ്മളെ 1757 പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ല നമ്മള് ഹിസ്റ്ററിയിൽ. അതായത് അത് ബ്രിട്ടീഷുകാർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ ഒരു നില ഉറപ്പിച്ച ഒരു യുദ്ധമാണ്. അപ്പൊ ഈ ബ്രിട്ടീഷുകാരെ പൊതുവെയുള്ള പരിപാടി വെച്ചാല് ഏതെങ്കിലും ഒരു അന്നൊക്കെ നാട്ടുരാജ്യങ്ങളാണല്ലോ ഹൈദരാബാദ്, മൈസൂർ എന്നൊക്കെ. ഈ നാട്ടുരാജ്യങ്ങളിൽ വന്നിട്ട് അവിടെ ഫാക്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതി വാങ്ങിച്ചിട്ട് അതിന്റെ ഉള്ളിൽ പിന്നെ പരിപാടി കാണിച്ച് ഇവര് അത് മൊത്തം കൈയടക്കുന്ന പരിപാടിയാണ്. അപ്പം ബംഗാളിൽ ഇതുപോലെ ആദ്യം വന്നത് അവിടെ ഫാക്ടറി സ്ഥാപിച്ചിട്ട്
എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ അവര് കപ്പം വാങ്ങാൻ അവരുടേതായ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അവിടുത്തെ നവാബുണ്ട് സിറാജുദ്ദൗള, മൂപ്പര് ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ക്ലാഷ് ആയി. അപ്പൊ പിന്നെ യുദ്ധം ആവുമല്ലോ. യുദ്ധം എന്ന സമയത്ത് അത്യാവശ്യം രണ്ട് ഭാഗത്തും നല്ല ഇതുണ്ടായിരുന്നു, സൈന്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. സിറാജുദ്ദൗളനെ അങ്ങനൊന്നും വീഴ്ത്താനൊന്നും പറ്റില്ല. അപ്പൊ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ സിറാജുദ്ദൗളന്റെ കൂട്ടത്തിൽ ഒരു മിർജാഫർ എന്ന് പറഞ്ഞ ആളുണ്ട്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് ഒരു ഫേക്ക് ന്യൂസ് പ്രചരിപ്പിച്ചു. അതായത് സിറാജുദ്ദൗള മരിച്ചു പോയിന്ന് മൂപ്പര സൈന്യത്തിനെ തന്നെ വിശ്വസിപ്പിച്ചു. സൈന്യം ആകെ തകർന്ന് ചിതറിയാണ് തുടങ്ങി. അന്നേരം തോൽപ്പിക്കും ചെയ്ത് ഇയാള്. അപ്പം ഇയാളും സ്വാഭാവികമായിട്ട് ഓടും സിറാജുദ്ദൗള. ആ ഓടിയ സമയത്ത് പിറകെ പോയിട്ട് പിടിച്ച് വധിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് എല്ലായിടത്തും ഈ സംഭവം ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളറിയാത്ത നമ്മളെ കുറിച്ചുള്ള ന്യൂസ് വേറൊരാള് നമ്മളെ പറയില്ലേ, അങ്ങനെ നമ്മൾ പറയാറില്ലേ, നമ്മളെ കുറിച്ച് നമ്മ പോലും അറിയാത്ത നമ്മളോട് പറയാം. അല്ല, അങ്ങനെ ഒരു കാര്യം പറയാൻ നമുക്ക് പറയാം, അവരിങ്ങോട്ട് പറ്റാം, നമ്മൾ അവരൊക്കെ അറിയാത്തതും കൂടെ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പറയാറുണ്ട്. അതെ, ശരിയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഈ മിസ്ഇൻഫോർമേഷൻ ആയിട്ട് വരുന്നത്. ഒരുപാട് പണി കിട്ടിയ ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഇപ്പോ ഇപ്രാവശ്യം നടന്ന ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മിസ്ഇൻഫോർമേഷൻ ഉണ്ടാവുകയും അത് ഏറ്റുപിടിച്ച ഒരുപാട് പേര് പണി കിട്ടുകയും ചെയ്തൊരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ഞാനിങ്ങനെ നോക്കിയപ്പം ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ആ വീഡിയോ എന്നെടുത്ത വീഡിയോ ആണ്. അത് ചിലപ്പോ 2017 മുതലുള്ള വീഡിയോ ആണ്, അല്ലെങ്കിൽ പണ്ട് ഒരു കലാപത്തിന്റെ വീഡിയോ ആണ്. അതാണ് ഇപ്പോഴത്തെ ഒരു കലാപം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ അവിടെ നടത്തിയ ആക്രമണത്തില് മരിച്ച ആളുകള്, അല്ലെങ്കിൽ ഇന്ത്യ അവിടെ നടത്തിയ ആക്രമണം എന്ന് പറഞ്ഞാൽ നമ്മളെ കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിപ്പിക്കുന്നത് പണ്ടത്തെ കുറെ ഇങ്ങനത്തെ വീഡിയോസ് ആണ്. അപ്പം അതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത് പാകിസ്ഥാനിലും സ്പ്രെഡ് ആവുന്നുണ്ടാവില്ലേ? അതുണ്ടാവും ഇല്ലേ? അപ്പം അവരൊന്ന് ആലോചിച്ച് നോക്കൂ. അതെ, അത് യുദ്ധത്തിന്റെ മാത്രമല്ല, നമുക്കിപ്പോ പ്രളയം ഉണ്ടായ സമയത്ത് ഏതോ കാലത്തെ പ്രളയമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി. ശരിയാണ്, നമ്മള് അലേർട്ട് ആയിരിക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന്റെ കൂടെ ഇല്ലാത്തത് പറഞ്ഞിട്ട്, പിന്നെ ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ പ്രളയത്തിന്റെ സമയത്ത് കുറെ സാധനങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അവര് അതായത് ആവശ്യത്തിന് സാധനങ്ങൾ ആയി കഴിഞ്ഞാലും വേറെ വഴിക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോ എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ കൊടുത്തു, പക്ഷെ അത് ഫേക്ക് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത തവണ കൊടുക്കാനുള്ള മടിയുണ്ടാവും. അത് ശരിയാ. പിന്നെ ഇപ്പൊ ഈ എന്താ പറയാ കുർബാ സംഘവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അല്ലല്ല മറ്റേ കുട്ടികളുള്ള വീടുകളിൽ രാവിലെ വന്ന് നോക്കും, എന്നിട്ട് അവിടെ ഒരു ഇൻഡു മാർക്ക് ഇടും. എന്നിട്ട് രാത്രിയാവുമ്പോ കുട്ടീനെ തട്ടിക്കൊണ്ടുപോകും. അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിരുന്നു. നമ്മുടെ വീട്ടിൽ ഞാൻ പുറത്തൊക്കെ പോയി നോക്കും. എന്റെ വീട്ടിൽ ചെറുതുള്ളപ്പോ അലിബാബയുടെ കഥ ഓർമ്മ വരുന്നു, ഇൻഡു മാർക്ക് ഇടുന്നു. അതിൽ അങ്ങനെ എന്തോ ഇല്ല. അലിബാബ 41 കള്ളന്മാര്, മറ്റേ അബൂക്കും തുറക്കുക സീസ, അസീസല്ല അല്ല അങ്ങനല്ലേ ആണ് നസീറിന്റെ പടമല്ലേ തുന്നി വെക്കണത്? എനിക്ക് അതിന്റെ ഹിന്ദി അറിയാം, ഗുൽജാ സിംസം. അതിലിങ്ങനെ ഒരു അബൂക്കും തുറക്കുക സീസെ. അപ്പൊ ആ സീസ് മറ്റേ ഇങ്ങനെ അടിമ ഇങ്ങനെ തിരിച്ചാകും ഇങ്ങനെ അയാളുടെ പേരാണ് തുറക്കുക സീസെ. അപ്പൊ ഈ ഇൻഡു ഉണ്ടോന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേര് തന്നെ ഇൻഡു വരച്ചിടാൻ തുടങ്ങി. അല്ലേ? അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോന്നൊക്കെ ഒരു ടെൻഷൻ ആയിരുന്നു എനിക്ക്. ബ്ലാക്ക് മാനെ നല്ല ഓർമ്മയുണ്ട്, സ്പ്രിംഗ് മാനെ നല്ല ഓർമ്മയുണ്ട്. അത് രാത്രി എന്തൊരു സംഭവം, രാത്രി വരുന്നു, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ പൈപ്പ് തുറന്നിടുന്നു, നമ്മൾ വരുന്നു, തലക്കടിച്ച് നമ്മളെ കൊല്ലുന്നു, കൊന്നിട്ട് പോകുന്നു. എനിക്കൊന്നും മോഷ്ടിക്കില്ല എന്ന് തോന്നുന്നു. അങ്ങനെയായിരുന്നു സ്പ്രെഡ് ആയിരുന്നത്. സ്പ്രിംഗ് മാൻ അതേപോലെ തന്നെ ചാടി ഒരു സ്പ്രിംഗ് കെട്ടി വെക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ കാലുമ്മ പോത്തുണ്ടല്ലോ, പോത്തിന്റെ കാല് കെട്ടിവെക്കും. എന്നിട്ട് നമ്മൾ രാത്രി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മളോട് എന്തെങ്കിലും ചോദിക്കും. അപ്പൊ ചോദിക്കുമ്പോ എന്തെങ്കിലും തീപ്പെട്ടി ഉണ്ടോ അങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മൾ എന്നിട്ട് ആളെന്ത് ചെയ്യും, തീപ്പെട്ടി നിലത്തിടും. അപ്പൊ തീപ്പെട്ടി നിലത്തിട്ട് നമ്മളിങ്ങനെ എടുക്കാൻ പോണ നേരത്ത് മുണ്ട് പൊക്കുമ്പോ കാല്, അപ്പൊ നമ്മൾ ഓടും. വേറൊരു കഥയുണ്ട്. നമ്മുടെ അവിടെ ഒരു പള്ളിയുണ്ട്, ജമാഅത്ത് പള്ളി. അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്ത് ഖബറങ്ങലുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഒരു കുഞ്ഞിടവഴിയുണ്ട്. അപ്പൊ ആ ഇടവഴിയില് മഗ്‌രിബിന്റെ നേരം കഴിഞ്ഞാൽ ആ വഴി ആരും പോവരുതെന്ന് പറയും. കാരണം തൊട്ടടുത്ത് ഖബറാണ്. അപ്പൊ അവിടെ ഒറ്റമലച്ചിരിപ്പുണ്ടാകും. അറിയോ ആ കഥ? അറിയോ? ആണോ? എനിക്ക് ഇതിന് ഫേക്ക് ന്യൂസ് നമ്മൾ പറയോ? പേടിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നത്. എനിക്ക് പേടിയായിരുന്നു. എനിക്ക് ഇപ്പോഴും പേടിയുണ്ട്. ചെറുപ്പത്തില് നമ്മുടെ ആൾക്കാര് നമ്മളെ
പേടിപ്പിക്കാൻ വേണ്ടിട്ട് പ്രേതം പാമ്പിന്റെ കഥകളും പാമ്പിന്റെ പ്രതികാരത്തിന്റെ കഥകളൊക്കെ പറയാം. ഇപ്പോഴില്ലേ ആ പള്ളിയുടെ മുമ്പിൽ പോകുമ്പോ മതിലിന്റെ മുഖത്ത് ആരെങ്കിലും ഉണ്ടാകും നോക്കി. നമ്മള് ചെറുപ്പത്തിലെ അങ്ങനെ നാട്ടുമ്പുറങ്ങളിൽ കാപ്പിരി ഒറ്റപുലിശി ചില സ്ഥലങ്ങളില് അങ്ങനെ അവിടെ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടിച്ച് കേൾപ്പിക്കാറുണ്ട്. ചിലപ്പോ ആ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കാം അതൊക്കെ എന്താ പറയാ എക്സാമ്പിൾസ് കാണിക്കാണ്, നമുക്ക് അത് മനസ്സിലാവില്ല. അല്ല, പക്ഷെ ചിലര് പറയും കണ്ടിട്ടുണ്ടെന്ന് പറയും. ഒറ്റമലച്ചി സിനിമ കഴിഞ്ഞ് വരികയായിരുന്നു, അപ്പൊ ഒറ്റമലച്ചി മതിലിന്റെ പൊക്കത്തുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ചോദിച്ചു എവിടെ പോയി വരികയാണെന്ന് നോക്കി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഒറ്റമലച്ചി ഒരു മുലയാണ് താണ് വീണെടുക്കും. ഈ ഒറ്റമലച്ചിയുടെ മുല താഴെ വീണെടുത്തിട്ട് അടിയോടെ പോകുന്നു. അതെ, സുമതി വളവിന്റെ സുമതി വളവിന്റെ കഥകളൊക്കെ. പണ്ട് കറണ്ട് ഇല്ലായിരുന്നല്ലോ പണ്ടത്തെ കാലത്ത്. ആ സമയത്ത് ചാത്തന്മാര് കുട്ടിച്ചാത്തനാറൊക്കെ ഉണ്ടായിരുന്നല്ലോ വീടിന്റെ മേലെ. അപ്പൊ ഇങ്ങനെ ഇതാണെന്ന് പറഞ്ഞു വരുന്നത്. പക്ഷെ വെളിച്ചം വന്നപ്പോ ഈ ചാത്തന്മാരൊക്കെ ഇവിടെ പോയി. അതുപോലെ തന്നെ രാത്രി 2 മണിയൊക്കെ നേരത്ത് നമ്മുടെ വീടിന്റെ ടെറസിന്റെ മേലെ സൗണ്ടുകൾ കേൾക്കും, ശബ്ദങ്ങൾ പലതും കേട്ടാലും പുറത്തിറങ്ങരുത്. എന്താണ് തേറി വീഴ്ചയായിരിക്കും എന്നുവെച്ചാല് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേതങ്ങളോ ദൈവങ്ങളോ. ശരിക്കും ആരാ വന്നതെന്ന് അറിയാമോ? ഈ ബെഡ്റൂമിന് കുളിഞ്ഞു നോക്കാനുള്ള ചില നരമ്പ് രോഗികളാണ് ആ പോണത്. നമ്മളിതല്ലല്ലോ പറഞ്ഞോണ്ട് ഫേക്ക് ന്യൂസ്. അതെ, ഫേക്ക് ന്യൂസ് പ്രത്യേകിച്ച് ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് സ്പ്രെഡ് ചെയ്യുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഫേക്ക് ന്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു ചേച്ചി, അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പൊ ആ ചേച്ചിയായിട്ട് ഞാൻ കമ്പനിയാണ്, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു മോളെ എന്തിനു പോവാൻ പോണ് ചോദിച്ചു. പറഞ്ഞ് മോളെ കോളേജിൽ ചേർക്കണം, കുറെ കഷ്ടപ്പെട്ടാണ് അഡ്മിഷൻ ഇവിടെ തന്നെ ആക്കിയെടുത്തത്. അവൾക്ക് ആദ്യം കിട്ടിയത് ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ പോകണമെന്നായിരുന്നു അവളെ ആഗ്രഹം. പക്ഷെ ബാംഗ്ലൂർ പോവാനായിട്ട് വിടാനായിട്ട് പേടിയാവാണ്. അപ്പൊ ചോദിച്ചു എന്താ ചേച്ചി എവിടെ പോയാലും ഒരുപോലല്ലേ? പക്ഷെ അല്ല, ബാംഗ്ലൂരിന് വേറൊരു പ്രശ്നമുണ്ട്. അപ്പം ബാംഗ്ലൂർ പഠിക്കാൻ പോയ വേറൊരു പെൺകുട്ടി പൊന്നെ അവള് തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല, അത്രയും മോശമായിട്ടാണ് തിരിച്ചു വന്നത്. അപ്പൊ കഷ്ടപ്പെട്ട് ഇവിടെ തന്നെ സീറ്റ് മേടിച്ചെടുത്തു എന്നൊരു സംഭവം. അപ്പം ഇങ്ങനത്തെ കുറെ ഫേക്ക് ന്യൂസുകൾ. അതേപോലെ ബാംഗ്ലൂർ പോയ ആൺകുട്ടികൾ പോയാലും ശരി, പെൺകുട്ടികൾ പോകാൻ പാടില്ല. പെൺകുട്ടികൾ പോയാൽ ചീത്തായിട്ടേ വരള്ളൂ. അങ്ങനെ ഒരു ബാംഗ്ലൂര് കൊച്ചിനെ വരെ പറയുന്നുണ്ട്. മലബാർ ഏരിയയിലുള്ള ആൾക്കാർക്ക് കൊച്ചിയിൽ പോകുന്നത് ഭയങ്കര പ്രശ്നം. കാരണം കൊച്ചി പോയ എല്ലാവരും ഈ ഡ്രഗ്സ് അടിച്ച് ഇങ്ങനെ ആവുന്ന. നമ്മള് അത് വേണ്ടാന്ന് വെച്ചാൽ ഏത് നാട്ടിൽ പോയാലും നമ്മൾ അത്രേ ഉള്ളു. അല്ലാണ്ട് ഇപ്പൊ ചില ആളുകൾ തന്നെ പറയും ഞാൻ കൊച്ചിയിൽ പോകുന്നില്ല, അവിടെ പോയാൽ ചീത്തയായി പോകും. അതൊക്കെ വെറുതെ. ഞാൻ പറയും നിങ്ങൾ നന്നാണെന്ന് വിചാരിക്കണം, നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾ നല്ലതായിരിക്കും. ചില കൂട്ടുകെട്ടും കൂടി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുണ്ട്. അതിപ്പോ മോശമാണെന്നുള്ള ഒരു നാട്ടിൽ നിന്നിട്ടും കൊച്ചി നിന്നിട്ടും ഡ്രഗ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏത് നാട്ടിലാ എവിടെ കിട്ടാത്ത ഏത് മുക്കിലും മൂലയിലും ഇത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് പ്രശ്നം. അതെ, അപ്പൊ അതാണ് മിസ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ രണ്ടും അറിയാണ്ട് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കണം ആൾക്കാർ. ഇതിനെ പറ്റി ഒരു ധാരണ ഇല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരൊന്ന് ദ്രോഹിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് വെറുതെ അത് അല്ല. നമ്മുടെ ഈ ചെറിയ ചെറിയ ന്യൂസുകൾ അല്ലെങ്കിൽ നാട്ടിൻപുറത്തുള്ള ഇതേപോലെയുള്ള ന്യൂസുകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകൾ കൊണ്ടാണ്. അല്ല, എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾ തന്നെ എന്നാലും നമുക്ക് ഇങ്ങനെ പറയാം, ഒരു അധികം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ നമ്മളിങ്ങനെ ഗ്ലോബൽ തലത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള ഈ വാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ അക്രമകാരികളുമായി ബന്ധപ്പെട്ട ഈ ഖുറേഷിയുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ ഒക്കെ കേസുകൾ ഫേക്ക് ന്യൂസ് ആവുന്നത് ഇത്രയും എന്താ പറയാ സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടും ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഫേക്ക് ന്യൂസിനെ നമുക്ക് പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഡേഞ്ചറസും ആണ്. അല്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഫേക്ക് ന്യൂസ്. നമ്മളാണെങ്കിൽ ഇത് കണ്ടാൽ നമ്മൾ വിശ്വസിക്കില്ല, ഇത് സംഭവം എന്നുള്ള. ആദ്യം നമ്മൾ ഇത് കണ്ടാൽ നെട്ടുന്നുള്ളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമായിരുന്നു. ഇപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ ക്ലിക്ക് ചെയ്യണത് എന്റെ ഉമ്മച്ചിയാ. അമ്മ മഞ്ജു വാര്യർ കല്യാണം കഴിക്കാൻ പോണേണ്, ഇതൊരു ഡയറക്ടർ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോ അതിലൊന്നും ഉണ്ടായില്ല. അതുപോലെ ഡിവോഴ്സ് ആവാൻ പോകുന്നു. അതായത് ആരെങ്കിലും ഒന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അവർ ഡിവോഴ്സ് ആവാൻ പോകുന്നു. അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മളിതൊന്നും ചിലപ്പോ ഉണ്ടാവാം അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഇവരെന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതെന്ന് ആലോചിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെ രേണുസുധിയുടെ മറ്റേ ഷോർട്ട് ഫിലിം ഇറങ്ങിയപ്പോ രേണുസുധി വീണ്ടും കല്യാണം കഴിക്കുന്നു. ആ ഒരു സംഭവം ഫേക്ക് ന്യൂസ് ആണ്. നമുക്ക് വേണമെങ്കിൽ
അവരുടെ അത് ഒരുപാട് പേര് വിശ്വസിച്ചു. അഭിമാനക്ഷതം അല്ലെങ്കിൽ അങ്ങനെ എന്തോ കേസ് കൊടുക്കുന്ന ശരിയാണ്. കാരണം ആ ഒരു ഇപ്പൊ അങ്ങോട്ട് എനിക്ക് സത്യമായിട്ട് അറിയില്ല എന്താണെന്നുള്ളത്. ഷോർട്ട് ഫിലിമിന്റെ ഒരു ഭാഗമായിരുന്നു. അല്ല അതിനിപ്പോ എന്താണെങ്കിലും അത് അവരുടെ കാര്യമാണ്. അതെ, കാരണം അവരുടെ ഹസ്ബൻഡ് മരിച്ചെന്ന് വെച്ചിട്ട് അവർക്ക് ജീവിക്കണ്ടേ. അതെ. സൊസൈറ്റി രൂപീകരിച്ച ആ ഒരു വിധവ ഇങ്ങനെ ജീവിക്കാൻ ചെയ്യാൻ പെട്ടെന്ന് കഴിയുമെങ്കിൽ അവർ മൂവ് ഓൺ ചെയ്യട്ടെ. ചിലർക്ക് പറ്റണമെന്നില്ല. നമ്മൾ ആരും കുറ്റം പറയണ്ട. അതൊക്കെ ഓരോ പേഴ്സണൽ ഇതാണ്. അതൊരു ഫേക്ക് ന്യൂസ് ആക്കി ന്യൂസ് ആക്കുന്നവരുണ്ട്. ന്യൂസിന് അത് വേണ്ടി കുറെ പേര് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു അത് ഫേക്ക് ന്യൂസ് ആണ്, അതൊരു ഷൂട്ടാണ്. ഇല്ലടി ഞാൻ കണ്ടതാണെന്ന് സത്യമായിട്ടും അങ്ങനല്ല. കാരണം ഫേക്ക് ന്യൂസ് മാക്സിമം സ്പ്രെഡ് ചെയ്യാതിരിക്കുക. അതെ, അതായത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഷെയർ ചെയ്യുക. അത് അവർക്ക് ഷെയർ ചെയ്യുന്ന ആൾക്ക് അത് യൂസ്ഫുൾ ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കിയിട്ട് ഡിഫൈൻ നമ്മളൊരു എത്തിക്സ് കീപ്പ് ചെയ്യാന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത്. അതായത് ഇപ്പം ക്രൈസിസ് ആകുമ്പോൾ ഇങ്ങനത്തെ ഫേക്ക് ന്യൂസ് ശരിക്കും പറഞ്ഞ മിസ്ഇൻഫോർമേഷൻസ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പല ജീവൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ഒരുപാട് ജീവിതവുമായി ബന്ധപ്പെട്ടാണ്, ജീവനുമായി ബന്ധപ്പെട്ടാണ്, ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടാണ്. ആളുകളുടെ ഉള്ളിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാല് ചില ആളുകൾക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്ന ആളുകളുണ്ട്. പലരും പല ഹെൽത്ത് കണ്ടീഷൻസിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് ഫ്ലഡ് വന്ന സമയത്ത് അപ്പോ ഒരുപാട് സ്ഥലത്തോട്ട് വെള്ളം കയറിയായിരുന്നു. അപ്പോ ഈ ന്യൂസ് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആ സമയത്ത് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ റെസ്ക്യൂ ക്യാമ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ എന്റെ മദറിൽ പറഞ്ഞു, മെഹ്റു ഒരു കാര്യം ചെയ്യും, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു, എല്ലാം സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു, നമുക്ക് ഏതെങ്കിലും ക്യാമ്പിലോട്ട് പോവാം. ഞാൻ പറഞ്ഞു, ഉമ്മി ഇവിടെ വെള്ളം വരില്ല, നമുക്ക് ആ ഒരു ഏരിയയിലോട്ട് വന്നില്ല, പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടും അവർക്കൊരു പേടി. കാരണം അവരെ നമുക്കത് വിശ്വസിപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരിൽ ഇച്ചിരി കൂടി ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവരെ ഇത് ഫേക്ക് ആണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് പാടുപെടേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഈ പുലി വരുന്നേന്ന് പറഞ്ഞിട്ട് ശരിക്കും വിശ്വസിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ബാഡ് സൈഡ്. അതെ, ബാഡ് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ എന്ത് ന്യൂസ് ഷെയർ ചെയ്യാൻ അത് ഷെയർ ചെയ്യണോ, ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് സത്യമാണോ എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ഷെയർ ചെയ്യാന്നുള്ളതാണ്.